ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മളൊരു ഏറ്റെടുത്ത് പൈൽസ് രോഗിക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പല ഭാഗത്തും ഈ ഒരു പ്രശ്നത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പലരും അതിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ പറയുന്നൊരു റിസൾട്ടൊക്കെ ഇതിന്ന് കിട്ടുമെന്ന്. പിന്നെ പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊന്ന് സ്റ്റഡി ചെയ്യും. എന്തുകൊണ്ടാണ് അതിന് ഈ ഒരു റിസൾട്ട് തരാൻ പറ്റുന്നത്? കാരണം അതിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂണിബിസിൻ്റെ ഏത് പ്രോഡക്റ്റിലും പറഞ്ഞതാണ് അതിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതിൽ നമുക്ക് വിശ്വാസമുള്ളതാണ് ആദ്യം മുതൽ. അപ്പോൾ അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോഴാണ് ഈ പ്രോഡക്റ്റിന് ഈ ഒരു റിസൾട്ട് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ പൈൽസ് രോഗികൾക്ക് ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടീവായിട്ട് ഈ പ്രോഡക്റ്റ് മാറാനുള്ള കാരണം എന്താണെന്നുള്ളത്. സത്യത്തിൽ എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്ന രോഗം? അല്ലെങ്കിൽ ഈ പൈൽസിനെ അല്ലെങ്കിൽ ഈ നമ്മൾ എന്താ പറയുക മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എന്താണ്? അതായത് ഒരു തരം ഹെമറോയിഡ്സ് ആണ് എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. എന്താണ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ? Piles is another term of hemorrhoids. They are swollen veins in the lower anus and rectum and can cause lumps and around in the anus. മലദ്വാരത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ പുറത്തോ വരുന്ന വീർത്തു വരുന്ന, അതായത് നമ്മൾ പറയില്ലേ ഈ നമ്മുടെ വെയിനുകൾ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകൾ വീർത്തു വന്ന് നിൽക്കുന്നതാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വീർത്തു വരുന്നതിനെയാണ് പൈൽസ് എന്ന് പറയും. അതൊന്നുകിൽ അകത്തായിരിക്കാം അല്ലെങ്കിൽ അത് പുറത്തായിരിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? അതിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് ആയിട്ട് ഹെവി ബ്ലീഡിങ് ആയിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഉണ്ടായിരിക്കും 30% മലയാളിക്ക് ഈ രോഗം ഉണ്ടെന്ന് പറയുന്നത്. 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർക്ക് പൈൽസ് ഉണ്ട്. 30% മലയാളിക്കും ഈ പ്രശ്നങ്ങളുണ്ട്. പിന്നെന്താണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി. പലരും അതിനെ അത്ര വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. അത് ശീലമായി പോയി എന്ന് പറയില്ലേ, അങ്ങനെ അത് അനുഭവിച്ചു പോകാറുള്ളതാണ് പലരും. എങ്കിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മച്ച് നെർവ് സപ്ലൈ, പീപ്പിൾ നോട്ട് ഫീലിംഗ് മച്ച് പെയിൻ. എവിടെ അധികം വെയിനുകളില്ല ആ ഭാഗത്ത്, അവിടെ കുറേ വെയിൻസ് ഉണ്ടെങ്കിലാണ് വേദന വരിക. ഇത് ബ്ലഡ് വന്നാലും പലർക്കും വേദന വരാറില്ല. അപ്പോൾ അത് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു മാത്രം. അത് എന്താണ്? ആ ഭാഗത്ത് വെയിൻസ് വളരെ കുറവാണ്. യെസ്, അതിന് 4 സ്റ്റേജിലാണ് ഈ ഹെമറോയിഡ്സ് വരിക. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ്? പുറമെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സ്വെല്ലിങ് വരും, വല്ലാത്തൊരു പ്രയാസം വരും. പിന്നെ എന്തൊക്കെയാണ്? വേദന. പുറത്തുള്ളതാണെങ്കിൽ അത് പുറത്തേക്ക് നല്ലോണം തള്ളി വന്നു കഴിഞ്ഞാൽ വേദന വരും. പിന്നെന്താണ്? മോഷൻ ടൈമിൽ എന്ത് വരും? രക്തം വരും. പിന്നെ ചൊറിച്ചിൽ വരും. പിന്നെന്താണ്? അകത്താണെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഈ വെയിൻ വീർത്തു വരികയാണ്, ചെറിയ രീതിയിലാണ് വീർത്തു വരിക. അത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആ വെയിൻ്റെ വീർപ്പ് കൂടി 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 വരുമ്പോൾ ഇത് 2 ഭാഗത്തും വലുതായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ്? അവിടെ ജാമാവുകയാണ്. അപ്പോൾ ശരിക്കും മോഷൻ പോവാനായിട്ട് പറ്റാതെ വരും. 2 ഭാഗത്തും ബ്ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക? നമുക്ക് വല്ലാത്ത പ്രയാസവും. കാരണം ഒരു നല്ല രീതിയിലുള്ള ഒരു ശോധന കിട്ടിയിട്ടില്ലെങ്കിൽ വട്ട് പിടിക്കുന്ന പറയുക. കാരണം നമ്മളുടെ ശരീരത്തിലുള്ള ഒരു എന്താ പറയുക വായു അല്ലെങ്കിൽ ഒരു സമ്മർദ്ദവും ശരീരത്തിന് ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും നോർമലായിട്ട് പ്രവർത്തിക്കണം. അത് അബ്നോർമലായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ പലപ്പോഴും ആ ദിവസം തന്നെ പോയി എന്ന് പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കാരണമുള്ള ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഭക്ഷണം നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ ഡൈജഷൻ ഇല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രയാസം ഉണ്ടാക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ ബ്ലോക്കായിട്ട് കിടക്കും. അങ്ങനെ കാലങ്ങളോളം കൃത്യമായിട്ടുള്ള എന്തുണ്ടാവാതിരിക്കുക? വിസർജ്യം വേണ്ട രീതിയിൽ പുറത്തേക്ക് വരാതിരുന്ന ആളുകളുടെ ശരീരത്തിൻ്റെ അകത്ത്, കുടലിൻ്റെ അകത്ത് എന്താണ് ക്രോൺസ് എന്നൊക്കെ പറയുന്ന പിന്നെ എന്താ പറയുക വൻകുടലിൻ്റെ അകത്ത് രോഗങ്ങൾ ഉണ്ടാവുക, പഴുപ്പ് ഉണ്ടാവുക, ഇൻഫെക്ഷൻ ഉണ്ടാവുക. എന്താ സംഭവം? കാര്യമായിട്ട് ഇത് ഗൗനിക്കാതെ വന്നതുകൊണ്ട് ഇത് ബ്ലീഡിങ് വരും. അതുകൊണ്ട് അത് അത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അത് കുടലിനെ വരെ ബാധിക്കും. കാരണം എന്താണ്? ഈ വേസ്റ്റ് പുറത്തേക്ക് തള്ളാതെ വരുമ്പോൾ ഈ കിടക്കുന്നതിൽ ചിലത് അവിടെ ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ പൈൽസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ സംഗതികൾ വരാം. ഒന്ന്, വെള്ളം ധാരാളം കുടിക്കാത്തത്, അല്ലെങ്കിൽ അമിതമായ ഭാരം ഉണ്ടെങ്കിൽ, ഒബിസിറ്റി ഉള്ളവർക്ക്,
കാരണം എന്താണ്, നമ്മുടെ ഈ ഭാരം നമ്മളെ വല്ലാതെ എന്ത് ചെയ്യും, ടൈറ്റാക്കി മാറ്റും. അപ്പോൾ ഒബിസിറ്റി പൈൽസിന് ഒരു കാരണമാണ്. അതുകൂടാതെ തന്നെ വെള്ളം കുടി പൈൽസിന് ഒരു കാരണമാണ്. ഏത്? വെള്ളം കുടിക്കാതിരിക്കുന്നത് കേട്ടോ. വെള്ളം കുടി എന്ന് പറഞ്ഞ് വേറെ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്, ആ വെള്ളം കുടിയല്ല. വെള്ളം കുടിക്കാതിരിക്കുന്നത് പൈൽസിനൊരു കാരണമാണ്. പിന്നെ ഫൈബർ കണ്ടന്റ് കുറവുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഹലോ, ഫൈബർ അഥവാ നാരുകളുള്ള ഭക്ഷണം കഴിക്കാൻ പറയും. നാരുകളുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞാലും ഈ പൈൽസ് രോഗങ്ങൾ വരാം. അപ്പം നാരുകളുള്ള ഭക്ഷണം അവിടെയാണ് നമ്മുടെ നല്ല ഒന്നാന്തരം വീറ്റ് ഗ്രാസ് പൗഡർ അല്ലേ, ഹയസ്റ്റ് ഫൈബർ പ്രോട്ടീനാണ് നമ്മുടെ വീറ്റ് ഗ്രാസ് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫൈബർ ധാരാളം ശരീരത്തിന് ആവശ്യമുണ്ട്. ഫൈബർ കുറവുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വരും. പിന്നെന്താണ്, കോളൻ പോളിപ്സ്, കുടലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ ബബിൾസുകൾ പറയും, പോളിപ്സുകൾ, അത്തരം കാര്യങ്ങളുള്ളവർക്ക്. പിന്നെന്താണ്, നമുക്ക് മോഷൻ ടൈമിൽ കഷ്ടപ്പെട്ടിട്ടുള്ള മോഷൻ, ചില ആളുകളൊക്കെ ആ സമയത്ത് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. കാരണം ഇത് അത്രയ്ക്കും ടൈറ്റ് ആകുമ്പോൾ അത്തരം ആളുകൾക്കും പൈൽസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ ക്രോൺ ഡിസീസ് എന്ന് പറഞ്ഞ ഈ രോഗമുള്ള ആളുകൾക്കും പൈൽസ് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പൈൽസ് കെയർ എന്ന് പറയുന്ന ഹെർബൽ സപ്ലിമെന്റ് എങ്ങനെയാണ് ഈ പൈൽസ് രോഗികൾക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഷ്രിങ്ക്സ് ഹെമറോയിഡ്സ്. ഈ തടിച്ച് ചീർത്ത് വരുന്നതിനെ ഇങ്ങോട്ട് ചെറുതാക്കി കൊണ്ടുവരും, ചുരുക്കും. ഹലോ, മനസ്സിലായില്ലേ? ഇത് നാച്ചുറലായിട്ട് ഇതിനങ്ങോട്ട് ചുരുക്കും, അല്ലാതെ അതങ്ങനെ മുറിച്ച് കളയല്ല, അതങ്ങോട്ട് ചുരുങ്ങി ചുരുങ്ങി വരും ഇത് ഉപയോഗിക്കുമ്പോൾ. പിന്നെന്താണ്, വേദന ഇല്ലാതെയാക്കും. ആളുകൾക്ക് ചിലർക്ക് വേദനകളുണ്ടെങ്കിൽ വേദനകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. പിന്നെന്താണ്, സൂതസ് പെരി ആനൽ പെയിൻ, റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. നമുക്ക് അവിടെ നീർക്കെട്ടും ബുദ്ധിമുട്ടുകളും വരുമ്പോഴാണ് ഈ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കൊണ്ട് ചുരുക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരു സുഖം കിട്ടും. സാധാരണത്തെ മാതിരിയല്ല, ആ ഒരു ഭാരം കുറഞ്ഞ് അല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്ന് സെറ്റാകുമ്പോൾ വലിയൊരു ആശ്വാസം നമുക്ക് കിട്ടും. പ്രൊവൈഡ് റിലീഫ് ഫ്രം ഇച്ചിങ്. ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാവും, ആ ചൊറിച്ചിലിനെ ഇല്ലാതെയാക്കും, അല്ലെങ്കിൽ ചൊറിച്ചിലിന് ആശ്വാസം കിട്ടും. കൂടാതെ എന്താണ്, ഒരു ഡിസ്കംഫേർട്ട്, വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും, ഈ പറഞ്ഞ ബുദ്ധിമുട്ട്, അതിനെ ഇല്ലാതെയാക്കും. ദെൻ ഹെൽപ്പ് ടു റിലീവ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം ഇല്ലാതെയാക്കും. അങ്ങനെ മലബന്ധമുള്ള ആളുകൾക്ക് അതിൽ നിന്നും സ്മൂത്തായിട്ടുള്ള മോഷൻ ക്ലിയർ ആക്കാനായിട്ട് ഇതിന് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്? ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ സംഗതികളാണ് ഉള്ളത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ പൈൽസ് കെയർ എന്താണ്, ഇത് കഴിച്ചാൽ ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? പൈൽസ് കെയറിൽ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്ന് നീം സീഡാണ്. വീപ്പിൻ്റെ കുരു എന്ന് പറയില്ലേ, നീം സീഡ് കഴിക്കണ സാധനമാണെന്ന് പറയാറില്ലേ, ഇത് ഭയങ്കര കയ്പ്പാണ്. അത് ചൊറിച്ചില്, ഇൻഫെക്ഷൻ, അതുപോലെ വിരശല്യം, അതിനെയൊക്കെ തടയാനായിട്ട് ഈ നീം സീഡിന് സാധിക്കുന്നുണ്ട്. ഈ ഉള്ളിലുണ്ടാകുന്ന ചൊറിച്ചില്, ഇൻഫെക്ഷൻ, വിരശല്യം, ഇതൊക്കെ തടയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് എന്താണ്, കയ്പ്പയ്ക്കയുടെ എക്സ്ട്രാക്ട്, ബിറ്റർ ഗാർഡ്സ് എന്ന് പറയും, കയ്പ്പയ്ക്ക. അതിന് ഇതിനെ ചുരുക്കുന്നതിന് സാധിക്കും. ഹെമറോയിഡ്സിനെ ചുരുക്കി കൊണ്ടുവരാനായിട്ട് ഇത് സാധിക്കും. ഈ പറയുന്ന പൈൽസ് ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഈ പൈൽസ് രോഗമുള്ളവർക്ക് മാത്രമല്ല, കൊല്ലത്തിലൊരു 2 പ്രാവശ്യം പൈൽസ് കെയർ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള എന്തെങ്കിലും വീർത്ത് വരുന്ന എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ചുരുക്കി കൊണ്ടുവരാനായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾ, ബെല്ലി ഫാറ്റ് കുറയാനായിട്ട്, അതായത് നല്ല വയറുള്ളവർക്ക്, എൻ്റെ പോലത്തെ വയറുള്ളവർക്കല്ല, നല്ല വയറുള്ളവർക്ക് വയറ് കുറയാനായിട്ട് പൈൽസ് കെയർ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പൈൽസ് കെയർ ഗ്രാനുൾസ് ടെർമറിക് കൺട്രോളിങ് പൈൽസ് ഓർ റെഡ്യൂസിങ് ദ ഗ്രോത്ത്. ഇതിൽ മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പൈൽസിൻ്റെ ഗ്രോത്ത് തടയാനായിട്ടും ഇൻറ്റേർണലായിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷനെ തടയാനായിട്ടും നാച്ചുറലായിട്ട് ഹീലിംഗ് കൊടുക്കാനായിട്ടും മഞ്ഞളിന് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്, കട്ടുക് രോഹിണി എന്ന് പറയുന്ന ഒരു ഹെർബ് ഉണ്ട്. ഇത് ഈ നേപ്പാളിൻ്റെ ഭാഗത്ത്, ഹിമാലയ ആ ഭാഗത്താണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കിട്ടുക, ഈ ഹെർബ് കൂടുതലായിട്ട് കിട്ടുക. ഇത് കൂളിംഗ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. ശരീരത്തിൻ്റെ അകത്ത് ഒരു
കൂളിംഗ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. ഈ ബ്ലോക്കായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഈ കാലങ്ങളായിട്ട് ക്ലീൻ ആവാതെ അകത്ത് കിടക്കുന്ന വേസ്റ്റിനെ തള്ളാനും ഇതിന് സാധിക്കും. അതായത് ഒരു ശുദ്ധീകരണ പ്രക്രിയ ചെയ്യാനായിട്ട് ഈ ഹെർബിന് സാധിക്കും. മറ്റൊന്നാണ് നാഗകേസർ എന്ന് പറയുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ്. ഇതൊക്കെ വളരെ റെയർ ഹെർബ്സിൽ വരുന്നതാണ് കേട്ടോ. നാഗകേസർ എന്ന് പറയുന്നത്, നാഗചമ്പകം എന്നൊക്കെ പറയും. വോമിറ്റിംഗ് സെൻസേഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, മൈഗ്രെയിൻ, മോഷൻ ശരിക്കില്ലെങ്കിൽ തലവേദന വരും, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കുന്നതാണ് നാഗകേസർ. പിന്നെ വരുന്നതാണ് നമ്മൾ പറയില്ലേ ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി, ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ഇഞ്ചിയിൽ ഡ്രൈ ജിഞ്ചർ എന്ന് പറയും. അതിന് സോന്ത് എന്നാണ് ഇവർ പറയുന്നത് സംസ്കൃതത്തിൽ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതിന് ഒരുപാട് പവർഫുള്ളാണ്. ഈ ഇഞ്ചി, ഡ്രൈ ആയിട്ടുള്ള ഇഞ്ചിക്ക് ഒരുപാട് പവർഫുള്ളാണ്. ഇൻഫ്ലമേഷൻ തടയും, നീർക്കെട്ട് തടയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എന്താണ്, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ നന്നാക്കുന്നു. ടോൺ, അതായത് ജിഞ്ചർ സ്ക്രബൊക്കെ കണ്ടിട്ടില്ലേ, സ്ക്രബിൽ ജിഞ്ചറൊക്കെ സ്കിൻ ടോൺ നന്നാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഭാരക്കുറവിന്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഈ ഡ്രൈ ജിഞ്ചറിൻ്റെ പ്രത്യേകത. ഇനി വരുന്ന ഒന്നാണ് എന്താണ്, ദാരുഹരിദ്ര എന്ന് പറയും. ദാരുഹരിദ്ര എന്ന് പറയുന്നതിന് മലയാളത്തിൽ പറയാം മരമഞ്ഞൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാരെങ്കിലും? മരമഞ്ഞൾ, മഞ്ഞളല്ല, മരമഞ്ഞൾ വേറെയാണ്, മഞ്ഞൾ വേറെയാണ്. പക്ഷെ മരമഞ്ഞൾ എന്നാണ് അതിന് പറയുക, ദാരുഹരിദ്ര എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോളിങ് ബ്ലീഡിങ്, പൈൽസ്, അൾസർ ആൻഡ് എൻലാർജ് ലിവർ. ഇതൊക്കെ എൻലാർജ് ചെയ്യുന്നതിനെ കുറയ്ക്കുന്നതിനും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും അൾസർ കൺട്രോൾ ചെയ്യാനും പൈൽസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഇതിന് സാധിക്കുന്നതാണ്. നമുക്ക് ചില ആളുകൾക്ക് ഈ സ്റ്റൊമക്കിൽ ചില ഇഷ്യൂസ് ഉണ്ടാവും, വായുകോപം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് ഫോം ചെയ്യലും, അതുപോലെ തന്നെ ഈ ഗ്യാസ് വല്ലാതെ ഇത് വരുമ്പോൾ പിന്നെ കീഴ്വായു ശല്യം അതൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടും. പിന്നെന്താണ്, ഹിക്കപ്സ്, ഇടയ്ക്കിടയ്ക്ക് ഇക്കിട്ടം വരുന്ന ആളുകളിൽ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഇത് വരാത്തത് കൊണ്ട് എയർ ടൈറ്റ് വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇക്കിട്ടം വരിക എന്നൊക്കെ പറയില്ലേ, അത് വരിക. ആസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം, ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പൈൽസ് കെയർ കൊല്ലത്തിലൊരു 2 പ്രാവശ്യം ഒരു 2 ബോട്ടിലൊക്കെ കഴിക്കുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. ശരീരത്തിനകത്തുള്ള വേസ്റ്റായി കിടക്കുന്ന ചിലതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പൈൽസ് കെയർ എന്ന് പറയുന്ന ഈ സപ്ലിമെൻറ്റ്. ദെൻ ത്രികൽപ്പകൊന്ന എന്ന് പറയുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ, നിശോന്ത് എന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ്. നിശോന്ത് എന്നൊക്കെ പറയും. ത്രികൽപ്പകൊന്ന എന്നും നമുക്കതിനെ പറയാം. ഇത് കോൺസ്റ്റിപ്പേഷനെ തടയാനും മലബന്ധം തടയാനുള്ളതാണ് ഇത് ത്രികൽപ്പകൊന്ന എന്ന് പറയുന്നത്. മലബന്ധം ഇല്ലാതിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ചില ആളുകൾക്ക് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഈ ഗ്യാസ് വന്ന് നിറഞ്ഞിട്ട് വല്ലാത്ത പ്രശ്നമാവും. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ വരും, കലശലായ വേദന, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് എവിടെ പോകേണ്ടി വരും, ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നെക്സ്റ്റ് എന്താണ്, ഗുൽക്കുലു, കേട്ടിട്ടില്ലേ? ശുദ്ധീകരിച്ച ഗുൽക്കുലു ആയുർവേദത്തിൽ വരുന്നതാണ്, ശുദ്ധ ഗുൽക്കുൽ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും, ഗുൽക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ? കുന്തിരിക്കം. ജോയിൻറ്റ് സപ്പോർട്ടിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ കുന്തിരിക്കം. നമ്മുടെ ജോയിൻറ്റ് സപ്പോർട്ടിൽ ബോസില്ല സെറാട്ട എന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലേ, ആ സാധനമാണ് കുന്തിരിക്കാണത്. ഈ ബോസില്ല സെറാട്ട എന്ന് പറഞ്ഞ് നമ്മൾ ആളുകളെ പേടിപ്പിക്കുന്ന സാധനം. മനസ്സിലായല്ലോ? യെസ്. പെയിൻ കൺട്രോളിങ്, ഇതിൻ്റെ എന്താ ഗുണം? വേദനകൾ കൺട്രോൾ ചെയ്യുന്നു, അമിതവണ്ണം കുറയ്ക്കുന്നു. പിന്നെന്താണ്, നമ്മുടെ പ്രതിരോധ ശേഷിക്ക് സപ്പോർട്ടീവാണ്. ഈ കുൽക്കുലിന് അങ്ങനെ ഒരു പ്രത്യേകത, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. പിന്നെന്താണ്, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഈ വാത, പിത്ത, കഫദോഷം എന്ന് പറയില്ലേ, ത്രിദോഷങ്ങൾ ആളുകൾക്കുണ്ടാവുന്ന ഇതിൻ്റെ ബാലൻസിങ് ആണല്ലോ ആയുർവേദത്തിൽ. ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞാലാണല്ലോ രോഗം വരിക എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ശുദ്ധ ഗുൽക്കുലിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ പൈൽസ് കെയറിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് ഏതാണ്, കുരുമുളക്, പെപ്പർ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഭയങ്കര കയ്പുള്ള സാധനം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് അകത്തേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഈ പൈൽസ് കെയർ ഗ്രാന്യൂൾസ് കഴിക്കാനായിട്ട്. കുരുമുളകിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കോൾഡ്, പനി, ചുമ തുടങ്ങിയതൊക്കെ കുറയ്ക്കുന്നതിനും
ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ദഹന കുറവുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട്, വെയിറ്റ് ലോസിന്, ഡിപ്രഷൻ കുറയ്ക്കുന്നതിന്, ആസ്തമാ രോഗത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, പിന്നെന്താണ് സൈനസ് രോഗങ്ങൾ, അതുപോലെ വേദന, പൽവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ, അൾസർ രോഗങ്ങൾ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇതിനൊക്കെ കുരുമുളകിൻ്റെ എക്സ്ട്രാക്റ്റ് നല്ലതാണ്. കുർക്കുമിനും ഒരു നുള്ളു കുരുമുളകും കുർക്കുമിനും മിക്സ് ചെയ്ത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്, സ്പെഷ്യലി ഫോർ ഡയബറ്റിക് പേഷ്യൻറ്റിന്. ഇതെപ്പോഴും കഴിക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ചുടുവെള്ളത്തിലെടുത്തിട്ട് അതിരാവിലെ വെറും വയറ്റിലും കഴിക്കുക. കിടക്കാൻ പോകുമ്പോഴും ഇത് കഴിക്കുക. പൈൽസ് രോഗികളാണെങ്കിൽ, പൈൽസ് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അത്രയാണ് കഴിക്കേണ്ടുള്ളൂ.